യേശുനാഥനേ അങ്ങേയ്ക്കാരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യേശുനാഥനേ അങ്ങേയ്ക്കാരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ നാഥൻ്റെ മുൻപിലുള്ള ഈ നിമിഷങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ 50 വരെ തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നുണ്ട്: ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കയില്ല. പഴയ നിയമത്തിലെ മന്നായെ സഭാപിതാക്കന്മാർ പലപ്പോഴും പരിശുദ്ധ കുർബാനയുടെ ഒരു മുന്നടയാളമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം 16-17 അധ്യായങ്ങളിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ വെച്ച് നൽകിയ 3 ദാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മന്ന, കാടപ്പക്ഷി, പിന്നെ ജലം. അപ്പോൾ ഈ 3 അടയാളങ്ങളും ഭക്ഷണ പാനീയങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. പുതിയ ഇസ്രായേൽ മക്കളായ നമുക്ക് ഈശോ തന്നെ തൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷണ പാനീയമായി നൽകിയിരിക്കുകയാണ്. പഴയ നിയമത്തിൽ മന്ന ഇസ്രായേൽ മക്കൾക്ക് ചെയ്ത ഒരു വലിയൊരു കാര്യം ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവരുടെ പ്രവണത ഇല്ലാതാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ആത്മീയമായ അർത്ഥത്തിൽ നമുക്ക് പറയാം, പാപകരമായ പഴയ പ്രവണതകളിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ അവരെ സഹായിച്ച വലിയൊരു ഭക്ഷണമാണ് മന്ന എന്ന് പറയുന്നത്. അപ്പോൾ അടിമത്തത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ മരുഭൂമിയിൽ വെച്ച് അവർ ആ ഒരു പുൽനാമ്പ് പോലും കൂട്ടില്ലാത്ത ആ ഉണക്ക മരുഭൂമിയിൽ വെച്ച് ഉണങ്ങിയ വടിയുമായി നിൽക്കുന്ന മോശയോട് അവർ തർക്കിക്കുന്നുണ്ട്. അവർ പറയുകയാണ്, ആ ഈജിപ്തിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അല്പം ഇറച്ചി കിട്ടുമായിരുന്നു. അത് അവിടുത്തെ ആ സ്പൈസസിൻ്റെയൊക്കെ രുചി അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ പഴയ ഉപേക്ഷിച്ച രുചികൾ വീണ്ടും മനസ്സിലേക്ക് വരുന്നതൊരു മനുഷ്യൻ്റെ മാനസികമായൊരു അവസ്ഥയാണ്. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാണ് ഉപേക്ഷിച്ച രുചികളെ ഒരിക്കൽ കൂടി ഒന്ന് രുചിച്ച് നോക്കാനുള്ള കൊതി. അച്ഛൻ പണ്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഡയറക്ടറായിരിക്കുമ്പോൾ കുറേ ആളുകൾ പങ്കെടുത്ത ധ്യാനം കഴിഞ്ഞു. അതിൻ്റെ ആ കൗൺസിലിങ്ങിൻ്റെയും കുമ്പസാരത്തിൻ്റെയുമായൊരു ദിവസമാണ്. അച്ഛൻ്റെ മുറിയിൽ നിന്ന് ജനാലയിലൂടെ താഴേക്ക് നോക്കിയാൽ
അവിടെ മരിയ മണ്ഡപം, മറിയത്തിൻ്റെ ഒരു ഗ്രോട്ടോയുണ്ട്. അവിടെ വന്ന് ആളുകൾ പ്രാർത്ഥിച്ചു പോകുന്നത് അച്ഛനെ കാണാം. അച്ഛനെ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യം, ഒരു മനുഷ്യൻ ആ ധ്യാനത്തിൽ ഉടനീളം ഒളിപ്പിച്ചു വച്ചിരുന്ന സിഗരറ്റ് പാക്കറ്റുകൾ ആ കുമ്പസാര ദിവസം കുമ്പസാരിച്ചു. അതിനുശേഷം കൗൺസിലിംഗ് കഴിഞ്ഞു കാണും. അദ്ദേഹം ഈ സിഗരറ്റ് വലി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. സിഗരറ്റ് പാക്കറ്റുകളെല്ലാം മരിയ മണ്ഡപത്തിൽ മാതാവിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ് ഈ മനുഷ്യൻ. എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. എനിക്ക് സന്തോഷമായി, ഈ ധ്യാനത്തിൽ ഒരാളെങ്കിലും നന്നായാലും എനിക്ക് സന്തോഷമായി. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞ് അല്പം കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഇതേ ധ്യാനത്തിൽ പങ്കെടുത്ത വേറൊരു വ്യക്തി ഈ മരിയ മണ്ഡപത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട സിഗരറ്റ് പാക്കറ്റുകൾ കണ്ടപ്പോൾ അയാൾക്കൊരു പ്രലോഭനം. അയാൾ ആ സിഗരറ്റ് അടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. ഒരു ധ്യാനം കൂടിയപ്പോൾ 5 സിഗരറ്റ് പാക്കറ്റ് ഫ്രീ. അപ്പോൾ അയാൾക്ക് സന്തോഷമായി. അപ്പോൾ എനിക്കത് സങ്കടകരമായൊരു കാഴ്ചയായിരുന്നു. പക്ഷെ അതിനേക്കാളും എന്നെ സങ്കടപ്പെടുത്തിയത്, ഈ ആദ്യം സിഗരറ്റ് ഉപേക്ഷിച്ചയാൾ 10 മിനിറ്റ് കഴിഞ്ഞില്ല, അയാൾ തിരിച്ച് ചീറിപ്പാഞ്ഞു വരികയാണ്. ഉപേക്ഷിച്ചത് വീണ്ടും എടുക്കാൻ വേണ്ടി വന്ന ആ മനുഷ്യൻ നിരാശനായിപ്പോയി. കാരണം ആ സിഗരറ്റ് പാക്കറ്റ് അപ്പോഴേ അപ്രത്യക്ഷമായി. ഇതൊക്കെ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഓടിപ്പാഞ്ഞു വരുന്ന അവസ്ഥ മനുഷ്യൻ്റെ അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ്. an attachment to the past mischievous life. പഴയ പാപകരമായ ജീവിതത്തോട് വൈകാരികമായ ഒരു അടുപ്പം, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. അതിൻ്റെ രുചികൾ, അവൾ ഉപേക്ഷിച്ച രുചികൾ, ആ ഉള്ളിക്കറി അല്ലെങ്കിൽ ഉള്ളിയുടെ രുചി, ഇറച്ചി ചട്ടിയുടെ മണം, ഇതൊക്കെ ഇസ്രായേലിൻ്റെ മക്കളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അവരെ മുന്നോട്ട് തന്നെ നയിക്കാൻ ദൈവം നൽകിയ ഭക്ഷണമാണ് മന്ന. പുതിയ നിയമത്തിലും നമ്മളെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാതിരിക്കാൻ, മുന്നോട്ട് തന്നെ നടക്കാൻ നമുക്ക് ശക്തി നൽകുന്ന ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അച്ഛൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ശുശ്രൂഷ ചെയ്തു. അവിടെയും കാണുന്ന വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ്, അവരെ ഈ സിഗരറ്റ് വലിക്കാനോ മദ്യപിക്കാനോ അനുവദിക്കാറില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ കാണുന്ന ഈ സിഗരറ്റ് വലിക്കാരെല്ലാവരും കൂടി ഊണ് കഴിയുമ്പോൾ അന്നത്തെ പത്രത്തിൻ്റെ അല്ലെ പഴയ പത്രത്തിൻ്റെ ഒരു കഷ്ണം കീറി അത് സിഗരറ്റ് പോലെ ആക്കിയിട്ട്, തീപ്പെട്ടിയൊന്നുമില്ല കത്തിക്കാൻ, വെറുതെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനിലൂടെയെങ്കിലും ഒരു സംതൃപ്തി അവർക്ക്. അതാണ് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചെങ്കിലും ചിലപ്പോൾ അതിൻ്റെ വശം പിടിച്ച് പോകാനൊരു താല്പര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആവേശം, അവരെ മുന്നോട്ട് നയിച്ച ശക്തിയാണ് മന്ന. ഇപ്പോൾ നമ്മളെ നയിക്കുന്ന ശക്തിയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഒരു പട്ടിക്കുഞ്ഞിനെ വാങ്ങി, കൈസർ. അപ്പോൾ ആ മകന് ഈ പട്ടിക്കുഞ്ഞിനുമായി ഒരു ആത്മബന്ധമാണ്. എപ്പോഴും അതിനെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹം. സ്കൂളിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ അതിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് കൈസറെ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പട്ടി വലുതായി വീട്ടിൽ ശല്യമായി. അപ്പോൾ അളിയൻ പറഞ്ഞു, ഇതിനെ നമുക്ക് ഉപേക്ഷിക്കാം. ഇവൻ സമ്മതിക്കില്ല. അവസാനം ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു, ശരി, എന്നാൽ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് വേണം ഈ പട്ടിയെ നിങ്ങൾ ഉപേക്ഷിക്കാൻ. അങ്ങനെ അവൻ സ്കൂളിൽ പോയ സമയം നോക്കി അളിയനും ചേച്ചിയും കൂടി ഈ പട്ടിയെ കൊണ്ടുപോയി മറ്റാർക്കൊക്കെ കൊടുത്തു, അവിടെ നിന്ന് ഒഴിവാക്കി. തിരിച്ചു വന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്,
നമ്മൾക്ക് കണ്ടാൽ സങ്കടം വരുവച്ചോ. ഇവൻ വന്നു, ഈ മകൻ വന്നിട്ട് അവിടെ കൈസറില്ല, ചങ്ങല മാത്രമേ ഉള്ളൂ. എങ്കിലും കൈസർ ഉണ്ടെന്ന് വിചാരിച്ച് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ചങ്ങലയുടെ അടുത്ത് നിന്നിട്ട് അവൻ പറയാണ്, കൈസറെ ഷെയ്ക്ക് ഹാൻഡ്. ഉപേക്ഷിച്ചവയോടൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഉള്ളിലൊരു സന്തോഷം, ഒരു താല്പര്യമുണ്ട്. ചിലതെല്ലാം വേണ്ടെന്ന് വെച്ചതാ, ഇനി ജീവിതത്തിൽ വേണ്ട. എങ്കിലും ചില ഓർമ്മകൾ വരുമ്പോൾ, ആ രുചികൾ വരുമ്പോൾ, ആ മണം മനസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ ഒരു താല്പര്യം. പഴയ നിയമത്തിൽ സാംസന്റെ കഥയിൽ സാംസന് ദൈവം ശക്തി കൊടുത്തു. ഒരു സിംഹത്തെ പോലും കൊല്ലുവാനുള്ള ശക്തിയാണ് കൊടുത്തത്. അപ്പോൾ കൊന്ന് അതിനെ പുറകിൽ ഉപേക്ഷിച്ചു. എങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് ഇതേ സിംഹത്തിൻ്റെ ആ ചീഞ്ഞുനാറിയ ശവത്തിൻ്റെ ഉള്ളിൽ തേനീച്ച കൂടുകൂട്ടിയപ്പോൾ തേൻ തുള്ളികൾ ഉണ്ടായി. അപ്പോൾ ചീഞ്ഞു നാറിയ ഉപേക്ഷിച്ചതാണ്. ആ ഉപേക്ഷിച്ചത് ഇപ്പോൾ ചീഞ്ഞു നാറിയിരിക്കുകയാണ്. അപ്പോൾ ഉപേക്ഷിച്ച സാധനമാണ്. അവൻ മുന്നോട്ട് നടന്നുപോയി. എങ്കിലും ഇതിനെക്കുറിച്ചുള്ള ആ രുചിയെക്കുറിച്ച് ഓർത്ത് ആ ചീഞ്ഞതിൽ നിന്ന് തോണ്ടി നക്കുന്ന ഒരു അവസ്ഥ. അവൻ അതിലേക്ക് വീണ്ടും ചെല്ലുകയാണ്. അപ്പോൾ ഉപേക്ഷിച്ച് അതിനെ കീഴടക്കിയതാണ്. പക്ഷേ അതിന് തന്നെ അവൻ വീണ്ടും കീഴ്പ്പെട്ടു പോയി. സ്നേഹമുള്ളവരെ, ഇങ്ങനെ പിന്നിലേക്ക് പോകാതിരിക്കാൻ അനുദിനം നമ്മൾ സ്വീകരിക്കുന്ന 2 കൂദാശകളാണല്ലോ കുംഭസാരവും പരിശുദ്ധ കുർബാനയും. ഇത് നമ്മളെ ശക്തി നൽകി മുന്നോട്ട് തന്നെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് പകരം വിഗ്രഹം പണിതപ്പോൾ മോശ സീനായി മലമുകളിൽ നിന്നും താഴേക്ക് വന്നപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കളുടെ ആഭാസ നൃത്തമാണ് കണ്ടത്. അവിടെ വൃത്തികേടിൻ്റെ കൂത്തരങ്ങായി മാറി. ദൈവത്തിന് പകരം കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ അതിനു ചുറ്റും നൃത്തം ചെയ്തപ്പോൾ മോശ ദൈവം കൊടുത്തയച്ച ആ 10 കൽപ്പനകളിലൂടെ മറന്നുപോയ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവരെ സഹായിക്കുകയാണ്. ഈ ആരാധനയിൽ നമുക്ക് ആ 10 കൽപ്പനകളെ അടിസ്ഥാനമാക്കി നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയോട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ആദ്യത്തെ 3 കൽപ്പനകൾ: നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞ ദൈവമേ, ഈ ആദ്യത്തെ 3 കൽപ്പനകളും ദൈവ കേന്ദ്രീകൃതമാണല്ലോ. ദൈവമേ, അങ്ങേക്ക് പകരം ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റു വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഹൃദയങ്ങൾ വിഗ്രഹങ്ങളുടെ വിളനിലമായി മാറിയെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലം, സമയം, അതുപോലെ തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട ആ ഒരു ഊർജം, ഇതെല്ലാം ഞങ്ങൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു പോയ അവസ്ഥകളുണ്ടായെങ്കിൽ, റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അമർത്യനായ ദൈവത്തിൻ്റെ മഹത്വം മർത്യരായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സദൃശമുള്ള വിഗ്രഹങ്ങൾക്ക് അവർ കൈമാറിയെന്ന്. കർത്താവായ ദൈവമേ, അങ്ങേക്ക് മാത്രം നൽകേണ്ട സ്നേഹം മറ്റുള്ളവർക്കായി വിഭജിച്ചു കൊടുത്ത ഓരോ നിമിഷങ്ങളെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പാടുന്നു. പാപികളെ തേടി വന്നു, പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. ചേർന്ന് പാടാം, അനുതാപത്തോടെ ചേർന്ന്. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ.
കർത്താവായ ദൈവമേ, 4-ാമത്തെ കൽപ്പന നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളതാണല്ലോ. ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവത്തെ ബഹുമാനിക്കണമെന്നുള്ളതാണെങ്കിൽ, ദൈവത്തിന് തൊട്ടടുത്ത സ്ഥാനം ദൈവമേ അങ്ങ് തന്നെ നൽകിയത് ഞങ്ങളുടെ മാതാപിതാക്കൾക്കാണല്ലോ എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണല്ലോ ഞങ്ങളുടെ മാതാപിതാക്കൾ. അങ്ങയുടെ തൊട്ടടുത്ത സ്ഥാനം അവർക്ക് കൊടുത്തുകൊണ്ട് അങ്ങ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവിൻ, ഇത് ദൈവത്തിന് പ്രീതികരമാണ് എന്ന് കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത് എന്ന് പറയുന്നു. സുഭാഷിതം പറയുന്നു, നീ നിന്റെ അമ്മയെ, മാതാവിൻ്റെ കണ്ണുനീര് നീ വീഴ്ത്തിയാൽ നിന്റെ കണ്ണുകള് മലങ്കാക്കകൾ കൊത്തിയെടുക്കുമെന്ന്. നൊന്തുപെറ്റ അമ്മയെ നീ വേദനിപ്പിക്കരുത് എന്ന് പറയുന്നു. എൻ്റെ ദൈവമേ, പലപ്പോഴും വസ്തുക്കൾക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴുവാൻ ഇടയാക്കിയിട്ടുണ്ട്. പലപ്പോഴും അവർ അരപ്പട്ടിണി കിടന്നുണ്ടാക്കിയത് ഞങ്ങൾ ആർത്തിയോടുകൂടി അത് മോഷ്ടിച്ചെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് അത് അടർത്തി മാറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ട്. കർത്താവായ ദൈവമേ, പലപ്പോഴും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാതാപിതാക്കളെ നിന്ദിച്ചു പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ ഈശോയെ അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പാടുന്നു. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. വേദനിപ്പിച്ച ഓരോ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പാടാം. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. 5-ാമത്തെ കൽപ്പന, കൊല്ലരുത്. ജീവനെതിരെ ചെയ്തു പോയ എല്ലാ പാവങ്ങളെയും ഓർത്ത് മനസ്സുപിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ആരെയും കൊന്നിട്ടുണ്ടാകില്ല. 1 യോഹന്നാൻ 3:15 പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന്. എൻ്റെ ഈശോയെ, വെറുപ്പിൻ്റെ സംസ്കാരം എൻ്റെ കുടുംബത്തിൽ, തൊഴിൽ മേഖലകളിൽ, എൻ്റെ വിദ്യാലയങ്ങളിലൊക്കെ ഞാൻ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ അവരുടെ അസ്തിത്വം അംഗീകരിക്കാതിരുന്നിട്ടുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നവരെങ്കിലും എനിക്ക് മരിച്ചു പോയവരായതുകൊണ്ടാണല്ലോ യോഹന്നാൻ എഴുതി വെച്ചത്, സഹോദരനെ വെറുക്കുന്നവൻ അവൻ കൊലപാതകിയാണെന്ന്. ദൈവത്തിൻ്റെ ദാനമായ ആ വലിയ ജീവനെ, ആ സ്നേഹത്തെ ഞങ്ങൾ അതിനെതിരായ ഈ സംസ്കാരം പടുത്തുയർത്തിക്കൊണ്ട്, മരണത്തിൻ്റെ സംസ്കാരം പടുത്തുയർത്തിയിട്ടുണ്ടെങ്കിൽ, ജീവനെതിരായ, സ്നേഹത്തിനെതിരായി ചെയ്തു പോയ എല്ലാ നിമിഷങ്ങളും, എല്ലാ പാവങ്ങളെയും ഓർത്ത് ഞങ്ങൾ അനുദപിച്ച് അങ്ങയോട് മാപ്പിനായി അപേക്ഷിച്ച് പാടുന്നു. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. പാപികളെ തേടി വന്ന പാലകനേ, വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പ്രതികാരം നിറഞ്ഞ എൻ്റെ മനസ്സിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപിയെ കാക്കണേ. 6-ാമത്തെയും 9-ാമത്തെയും കൽപ്പനകൾ നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്. വ്യഭിചാരം ചെയ്യരുത്, അയൽക്കാരൻ്റെ ഭാര്യയെ, ഭർത്താവിനെ മോഹിക്കരുതെന്ന് പറഞ്ഞ ഈശോയെ, എല്ലാ ലൈംഗികപരമായ പാവങ്ങളെ ഓർത്ത് ഞങ്ങളിത് അങ്ങയോട് മാപ്പപേക്ഷിക്കുകയാണ്. വിവാഹേതര ബന്ധങ്ങൾ, വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ, എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ഈശോയെ മാപ്പപേക്ഷിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകേണ്ട ഞങ്ങളുടെ ശരീരത്തെ ഒരിക്കലും അശുദ്ധമാക്കുവാനായിട്ട് ഞങ്ങൾ പാടില്ല. ആ ശുദ്ധതയ്ക്കെതിരായ എല്ലാ തിന്മകളെ ഓർത്ത് ഈശോയെ മാപ്പപേക്ഷിച്ച് പാടുന്നു.
പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. 7-ാമത്തെയും 10-ാമത്തെയും കൽപ്പനകള് മോഷ്ടിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുതെന്ന് പറഞ്ഞ ദൈവമേ, ധനമോഹമാണല്ലോ എല്ലാ തിന്മകൾക്കും അടിസ്ഥാന കാരണമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. പലപ്പോഴും വസ്തുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പലപ്പോഴും വ്യക്തികളെ നിന്ദിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തികളെക്കാൾ കൂടുതൽ വസ്തുക്കൾ ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായി. കൂടപ്പിറപ്പുകൾക്കെതിരെ, അയൽക്കാർക്കെതിരെ, ഇത്തിരി മണ്ണിന് വേണ്ടി, പൊന്നിന് വേണ്ടി, എന്തിനൊരു വേലിപ്പത്തലിന് വേണ്ടി പോലും അന്യർക്കെതിരെ കോടതി കയറി ഞങ്ങൾ നടന്ന നിമിഷങ്ങളുണ്ടായി. എൻ്റെ ദൈവമേ, മനുഷ്യൻ്റെ മഹത്വം മറന്നുകൊണ്ട് ആ ധനാസക്തിയുടെ പിന്നാലെ പോയ നിമിഷങ്ങളെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. അവസാനമായി 8-ാമത്തെ കൽപ്പന, കള്ളസാക്ഷ്യം പറയരുത്. മറ്റുള്ളവർക്ക് എതിരായി ഞങ്ങൾ പരദൂഷണം, ഏഷണി പറഞ്ഞതിന് ഓർത്ത് ഞങ്ങളുടെ നാവിൽ നിന്ന് അടർന്നു വീണ എല്ലാ പാപങ്ങളെയും ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയാണ്. ഈശോയെ ഞങ്ങളെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. അനുതാപം നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഒരുമിച്ച് ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.